തലചായ്ക്കാൻ ഇടം ചോദിച്ച് വന്നവർ തങ്ങൾക്ക് അഭയം നൽകിയവരെ വളരെ തന്ത്രപരമായി ചവിട്ടി പുറത്താക്കി അവിടെ തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണയുടെ പേരിൽ, അനുകമ്പയുടെ പേരിൽ, മാനുഷികമായിട്ടുള്ള പരിഗണനയുടെ പേരിൽ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് വന്നവർക്ക് അഭയം കൊടുത്ത അനവധി യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. എന്നാൽ ആ രാജ്യങ്ങൾ ഇന്ന് പരിതപിക്കുകയാണ്, വിലപിക്കുകയാണ് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അല്ലെങ്കിൽ തങ്ങളെടുത്ത ആ തീരുമാനത്തെ ചൊല്ലി. ഇന്നത്തെ ഈ ഒരു നിലപാട്, ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട സാഹചര്യങ്ങളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2025 ഈ ഒരു വർഷം തുടങ്ങിയിട്ട് 100 ദിവസം പോലും ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ നിരവധി ഭീകരാക്രമണങ്ങൾ യൂറോപ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അതിൽ പലതും തന്നെ, എല്ലാം തന്നെ ലോൺ വൂൾഫ് അറ്റാക്കാണ്. കത്തി കൊണ്ടുള്ള ആക്രമണം, കാറ് കൊണ്ടുള്ള ആക്രമണം, വടികൊണ്ടുള്ള ആക്രമണം. അപ്പോൾ അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥയിലേക്ക് യൂറോപ്പിനെ ഇവർ തള്ളിവിടുന്നു. ഒപ്പം അതിൻ്റെ തൽഫലമായിട്ട് ഈ അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിച്ച ആ ഒരു പ്രതിസന്ധിയുടെ തൽഫലമായിട്ട് യൂറോപ്പിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം തന്നെ യൂറോപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള ആ ഒരു വ്യതിചലനം, അത് യൂറോപ്പിൽ എത്രത്തോളം, യൂറോപ്പിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് എത്രത്തോളം ഒരു ഘടകമായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. ഇന്ന് നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ 2025 ആ ഒരു വർഷം ആരംഭിച്ചിട്ട് ഒരു 100 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഇസ്ലാമിക ഭീകര ആക്രമണങ്ങൾ. 2, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫാർ റൈറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഫാർ റൈറ്റ് ഒരു ഐഡിയോളജിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്. ഏറ്റവും ഒടുവിൽ ഈ ജർമ്മനിയിൽ നടന്ന ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനിൽ വളരെ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികൾ അധികാരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവരൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ജർമ്മനിയിൽ നിന്ന് വരുന്നു. മറ്റ് പല രാജ്യങ്ങളിലും സമാനമായിട്ടുള്ളൊരു അവസ്ഥ. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, ആ ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ ലോകം ശ്രദ്ധിക്കേണ്ട, യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, യൂറോപ്പിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഫാക്ടേഴ്സ്. 3ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നും യൂറോപ്പ് വ്യതിചലിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ചില തകർച്ച. നിലവിലെ യൂറോപ്പിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് അത്തരം ഘടകങ്ങൾ എത്രത്തോളം ഒരു കാരണമായിട്ടുണ്ട്. ഈ 3 കാരണങ്ങളാണ് ഇന്നത്തെ ഒരു നിലപാടിൽ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. ആ രീതിയിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം. ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ആദ്യത്തെ ഒരു പോയിന്റിലാണ്. അതായത് ഈ 2025 ആ ഒരു വർഷം തന്നെ, ഇപ്പോൾ ഫെബ്രുവരി ഏകദേശം കഴിയാറായി, ഏകദേശം 6ഓളം ഭീകര ആക്രമണങ്ങളാണ് യൂറോപ്പിൽ അരങ്ങേറിയത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കണക്ക് ആദ്യമേ തന്നെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനുവരി 22-ാം തീയതി 28 വയസ്സുള്ള എനാമുളോ ഒ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി യൂറോപ്പിൽ നടത്തിയ ഒരു രാജ്യത്തെ, ഒരു ബവേറിയൻ സിറ്റി ഓഫ് അസഫൻബർഗിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ 2 വയസ്സുള്ള ഒരു ശിശുവിനെയാണ് ആ ഭീകരൻ കൊന്നൊടുക്കിയത്. ഒപ്പം തന്നെ 41 വയസ്സുള്ള ഒരു വ്യക്തിയും ആ ഭീകരൻ കൊന്നൊടുക്കി. 3 പേർക്ക് പരിക്കേറ്റു. ഈ പറയുന്ന വ്യക്തി ഒരു അഫ്ഗാൻ അഭയാർത്ഥിയാണ്. ഫെബ്രുവരി മാസം 13-ാം തീയതി ഒരു അഫ്ഗാൻ അഭയാർത്ഥി തന്നെ, ഒരു ഫർഹാദ് നൂറി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാറ് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന, മ്യൂണിച്ചിലൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന വേദിയിലേക്ക് ഇടിച്ചു കയറ്റി 2 പേരെ കൊല്ലുന്നു, ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നു. ഈ പറയുന്ന വ്യക്തിയും ഒരു അഫ്ഗാൻ അഭയാർത്ഥിയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭീകരൻ്റെ ഒരു അഭയാർത്ഥി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികൃതർ തള്ളിയിരുന്നു. അപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് മോട്ടീവ് ഈ ഒരു ക്രൈമിന് പിന്നിൽ ഉണ്ട് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ഫെബ്രുവരി 15-ാം തീയതി 23 വയസ്സുള്ള സിറിയൻ ഒരു അഭയാർത്ഥി നടത്തിയ ഒരു ആക്രമണം, അത് ഓസ്ട്രിയൻ ടൗണിൽ ഓഫ് വില്ലാച്ച് എന്ന് പറയുന്ന ഓസ്ട്രിയൻ ടൗണിലാണ് നടത്തിയത്. കത്തി ആക്രമണം. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി അതിൽ കൊല്ലപ്പെടുന്നു. ഈ പറയുന്ന ഭീകരൻ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിയാണ്. അവർക്ക് 23 വയസ്സുള്ള സിറിയൻ അഭയാർത്ഥി, നേരത്തെ അഫ്ഗാൻ അഭയാർത്ഥിയായിരുന്നു. ഫെബ്രുവരി 19-നും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്രമണമല്ല നടന്നത്, പക്ഷേ ഒരു ആക്രമണത്തിനുള്ള പദ്ധതി പോലീസ് പൊളിച്ചെടുക്കുന്നു. 14 വയസ്സുള്ള ടർക്കിഷ് വേരുകളുള്ള ഒരു കൗമാരക്കാരനെയാണ് ആ ഒരു കൃത്യത്തിന് പിന്നിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ
കുട്ടി അല്ലെങ്കിൽ ആ കൗമാരക്കാരൻ ലക്ഷ്യമിട്ടത് വിയന്നയിലെ ലാർജസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻസിൽ ഭീകരാക്രമണം നടത്താനാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഫെബ്രുവരി 21 ഒരു സിറിയൻ അഭയാർത്ഥി സ്പെയിനിൽ ഒരു സ്പാനിഷ് ടൂറിസ്റ്റിനെ കൊന്നൊടുക്കുന്നു. ജർമ്മനിയിലെ ബെർലിൻ ഹോളോകോസ്റ്റ് മെമ്മോറിയലിന് ഫ്രണ്ടിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഫെബ്രുവരി 22-ാം തീയതി 37 വയസ്സുള്ള ഒരു അൾജീരിയൻ അഭയാർത്ഥി, അൾജീരിയൻ വംശജനായിട്ടുള്ള വ്യക്തി 69 വയസ്സുള്ള ഒരു വ്യക്തിയെ കൊന്നൊടുക്കുന്നു. അതും ഒരു കത്തി ആക്രമണം തന്നെയാണ്. ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഞാനിത് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, 2 കോമൺ ഫാക്ടേഴ്സാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. ഒന്ന്, ഇവരെല്ലാവരും തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് യൂറോപ്പിൽ വന്നവരാണ്. 2 എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രായമാണ്. 14 വയസ്സുള്ള കുട്ടി മുതൽ ഏകദേശം ഒരു 30-35 വയസ്സ്, അതായത് ഒരു ആവറേജ് ഏജ് നമ്മൾ കണക്കാക്കുമ്പോൾ 30 എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാനിത് സൂചിപ്പിക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒരു ശരീഅത്ത് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവരുടെ ഒരു ഭരണം സ്ഥാപിക്കുക എന്നതാണ്. നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഒരു അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നവർ വാളിൻ്റെ രൂപത്തിൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നു, അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. എന്നാൽ ഈ മാറിയ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യ വ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രവൃത്തിക്ക് ഇവിടെ പ്രസക്തിയില്ല, അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഒരു അധിനിവേശം നടത്തുവാൻ വേണ്ടി അവർ അവലംബിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഭയാർത്ഥി പ്രവാഹം. അത് യൂറോപ്പിൽ അവർ വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചു. 2015 മുതൽ ആരംഭിച്ച ഒരു അഭയാർത്ഥി പ്രവാഹം അത് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചു. മറ്റൊരു ടാക്ടിക്സാണ് ഈ ഭയപ്പെടുത്തി ചില കാര്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള കാര്യം. അത് അവർ ബംഗ്ലാദേശിൽ അത് പയറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആയ മേഖലയിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി ഒരു അധീശത്വം സ്ഥാപിക്കുക, അത് ബംഗ്ലാദേശ് പോലുള്ള മേഖലകളിൽ അവർ പരീക്ഷിച്ച് അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ജനസംഖ്യാ വിസ്ഫോടനത്തിലൂടെ തങ്ങളുടെ ഒരു അധീശത്വം സ്ഥാപിക്കുന്ന ഇസ്ലാമിക ഭീകരരുടെ ഒരു മനോഭാവം. ഞാനിത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ അഭയാർത്ഥി പ്രവാഹത്തിലൂടെ ഇവർ നടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധീശത്വം. മില്യൺ കണക്കിന് ജനങ്ങളെയാണ് അവർ ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തത്. അന്ന് അവർ വിതച്ച ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വിത്ത് ഇന്നവർ അത് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭീകരാക്രമണത്തിൻ്റെ രൂപത്തിൽ, ഒരു അധീശത്വത്തിൻ്റെയൊക്കെ രൂപത്തിൽ, അധിനിവേശത്തിൻ്റെയൊക്കെ രൂപത്തിൽ ഇന്ന് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവർ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായം സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവരുടെ ചെറിയ പ്രായത്തിലുള്ളവരെ പോലും ഇവർക്ക് അവരുടെ റാഡിക്കൽ ചിന്തകളാൽ ആകർഷകരാക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ ഭീകരാക്രമണങ്ങൾ നടത്താൻ വലിയ അത്യാധുനിക തോക്കോ അല്ലെങ്കിൽ ബോംബുകളോ ഒന്നും ആവശ്യമില്ല. വെറും ഒരു കത്തി അല്ലെങ്കിൽ ഒരു കാറ്, ഈ രണ്ടുമാണ് ഇവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത്. ലോൺ വോൾഫ് അറ്റാക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് നമ്മളൊരു തെരുവിൽ നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തി അടുത്ത നിമിഷം ഏതെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കത്തി ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്കാണെന്ന് യൂറോപ്യൻ ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ അതിദാരുണമായിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന യൂറോപ്യൻ രാജ്യങ്ങൾ കാണിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് യൂറോപ്പ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് ഇവർ പോയില്ല എന്നതിൻ്റെ ഉത്തരങ്ങൾ ഈ വർഷങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം റോബിൻ, ഈ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം, ഈ അധിനിവേശം ഇവർ നടത്താൻ ശ്രമിച്ച ഒരു സാഹചര്യം, അത് നിലവിൽ യൂറോപ്പിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്, മാറ്റിമറിച്ചിട്ടുണ്ട്. നിലവിൽ ഫാർ റൈറ്റ് പാർട്ടീസ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാറുന്ന ഈ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഈ ഫാർ റൈറ്റ് പാർട്ടികൾ യൂറോപ്പിൽ വളർന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ജർമ്മനിയാണ് ഫാർ റൈറ്റ് പാർട്ടി കൊണ്ട് ഏറ്റവും അധികം ലോകത്തിലെ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ച രാജ്യമെന്ന് പറയുന്നത് ജർമ്മനിയാണ്. നമുക്കറിയാം, ഹിറ്റ്ലറുടെ ഉദയവും ഹിറ്റ്ലറുടെ ആ രീതികളും ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചതുമെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫാർ റൈറ്റിൻ്റെ ഉദയം എന്ന് പറയുന്നത് അന്നത്തേതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് ഹിറ്റ്ലർ 1928 ഹിറ്റ്ലർ നേടിയത് 18% വോട്ടുകളാണ്. ഇന്ന് ഫാർ റൈറ്റ് പാർട്ടിയായ AFD നേടിയത് 20% പാർട്ടിയാണെന്നുള്ളതാണ് ജർമ്മനിയിൽ. അന്ന് എന്തുകൊണ്ടാണ് ഫാർ റൈറ്റ് പാർട്ടിയെ ജനങ്ങൾ പിന്തുണച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. ജർമ്മനിക്ക് ഈ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തു തീർക്കാനായിട്ട് ഒരുപാട് ഡെപ്റ്റുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫൈനാൻഷ്യലി വളരെ ക്രൈസിസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹിറ്റ്ലറിൻ്റെ പാർട്ടി ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രയും വോട്ട് നേടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓർത്ത് നോക്കണം, 1933 ഹിറ്റ്ലർ ചാൻസലറായിട്ട് അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അന്നേരം സംഭവിച്ചത് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് വെച്ചാൽ ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ 1928-30 കാലഘട്ടങ്ങളിൽ ലോകം കടന്നു പോകുന്നു. വാൾ സ്ട്രീറ്റ് തകർന്നു വീഴുന്ന അവസ്ഥ. അങ്ങനെ സാമ്പത്തികമായിട്ട് അങ്ങ് ഞെരുങ്ങുന്ന ആ കാലഘട്ടത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫാർ റൈറ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് അന്നേരം ജനങ്ങൾ ചിന്തിച്ചു, രാജ്യത്തെ ഇനി രക്ഷിക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുകയും അവർ ഹിറ്റ്ലറെ അധികാരത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അതേ അവസ്ഥയിലൂടെ ജർമ്മനി കടന്നു പോവുകയാണ്. നമുക്കറിയാം, വോൾസ്വാഗൻ അടക്കമുള്ള ഗ്രൂപ്പുകളൊക്കെ അവിടെ അവരുടെ 1-2 പ്ലാന്റുകളൊക്കെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വളരെ വലിയ തോതിൽ ലേ ഓഫ് പോകുന്നു. അതുപോലെ തന്നെ ജർമ്മനിയുടെ വളർച്ച കഴിഞ്ഞ എനിക്കൊന്ന് 2022-2023 കാലഘട്ടത്തിൽ മൈനസായിരുന്നു ജർമ്മനിയുടെ വളർച്ച. ഈ വർഷം ഈ 2024 ഏകദേശം 0.1% എങ്ങാണ്ട് വളർച്ച. അത് ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കേണ്ടിയിരുന്നതല്ല, പക്ഷേ ഇത്ര പെട്ടെന്ന് ഗവൺമെൻറ് മാറാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പോലും ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. ഒലാഫ് ഷോൾപ്പിൻ്റെ പാർട്ടി രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യത്തിനും സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. ജർമ്മനിയിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നു, അത് ഇനി കൂടുതൽ തീവ്രമാവുകയാണെങ്കിൽ ഒരു പക്ഷേ AfD തന്നെ അത് പറഞ്ഞിരിക്കുന്ന, ഈ ഫാർ റൈറ്റ് പാർട്ടിയായ AfD പറഞ്ഞിരിക്കുന്നത് തന്നെ ഞങ്ങൾ ഇന്നല്ല അടുത്ത പ്രാവശ്യം 2029 ഇലക്ഷനിൽ അധികാരത്തിലേക്ക് എത്താനാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞത് ഫാർ റൈറ്റ് പാർട്ടികളുടെ കാലഘട്ടം തന്നെ. കാരണം ഫ്രാൻസിൽ നോക്കുക, ഫ്രാൻസിൽ മരീൻ ലീപ്പൻ അടുത്ത ഫ്രാൻസിൻ്റെ തലപ്പത്തേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ വളരെ വലിയ സ്ട്രോങ് ആണ്. ബ്രിട്ടനിൽ നോക്കുക, കീർ സ്റ്റാർമറിൻ്റെ പാർട്ടി ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ പേരിലാണ് കീർ സ്റ്റാർമറിൻ്റെ പാർട്ടിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ അന്നേരം പോലും ഓർക്കുക, ഏകദേശം 15% വോട്ട് ഷെയർ ബ്രിട്ടനിലെ ഫാർ റൈറ്റ് പാർട്ടിക്ക്, നൈജൽ ഫറേജിൻ്റെ പാർട്ടിക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലെല്ലാം ഫാർ റൈറ്റ് പാർട്ടികൾ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൈഗ്രേഷൻ എന്നുള്ളത് ഏറ്റവും ഫ്രണ്ടിൽ നിർത്തുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് യൂറോപ്പ് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അമേരിക്ക ഇനി താരിഫ് കൂടുതലായിട്ട് ഇവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയോ അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രൈസിസ് ഉണ്ടാകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാകാൻ പോവുകയാണ്. യൂറോപ്പിലെ രാജ്യങ്ങളിലെല്ലാം ഫാർ റൈറ്റ് പാർട്ടികൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ജർമ്മനിയുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ അന്ന് ഹിറ്റ്ലർ വന്ന കാലത്ത് ജർമ്മനിയിൽ അവർക്ക് കൗണ്ടർ ചെയ്യേണ്ട പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇന്ന് അവരുടെ എതിരാളി എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ലിബറൽ ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ്, ഇവരെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. കാരണം അവരാണ് യൂറോപ്പിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളത്. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, യൂറോപ്പിൻ്റെ സംസ്കാരവുമായിട്ട് ഇസ്ലാമിക സംസ്കാരത്തിന്, ഈ തീവ്ര ഇസ്ലാമിസത്തിൽ ഇത്രയും കാലം ജീവിച്ച രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സംസ്കാരവുമായി യൂറോപ്പിൻ്റെ സംസ്കാരവുമായി ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അത് എത്ര കാലം കഴിഞ്ഞാലും അവരെ കൊണ്ട് യോജിച്ചു പോകാൻ കഴിയില്ല. കാരണം യൂറോപ്പിൻ്റെ ലിബറൽ കൾച്ചർ എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്ട്രീമാണ്. ഇവർക്ക് ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ കഴിഞ്ഞും എക്സ്ട്രീമാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നോക്കുക, ഈ മൈഗ്രൻസ് യൂറോപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇവരുടെ ലിബറലിസ്റ്റ് കാഴ്ചപ്പാട് വെച്ച്, ആ സംസ്കാരം വെച്ചാണ് ഇവരെ കൗണ്ടർ ചെയ്യാൻ നോക്കിയത്, ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഇസ്ലാമിസ്റ്റുകളെ. പക്ഷേ അന്നേരമാണ് ഇവർക്ക് മനസ്സിലായത് ഈ ഇസ്ലാമിസ്റ്റ് ഐഡിയകൾക്ക് മുന്നിൽ ഇതുകൊണ്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റിയാലെന്ന് ഇവർക്ക് മനസ്സിലായത്. അന്നേരമാണ് ഇവർ പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത്, ഞങ്ങൾ എന്താണ് എന്ന് നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയാണ് ഇത്ര. ആ അർത്ഥത്തിലാണ് ഇവർ ക്രിസ്ത്യാനിറ്റിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ ക്രിസ്ത്യൻ കൾച്ചറും കൂടി തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ യൂറോപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. എത്ര കാലത്തോളം ഈ ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പിലുണ്ടോ, ഇനി അത്രയും കാലത്തോളം ഈ ക്ലാഷുകളും അവിടെ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയമില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ആരൊക്കെ എന്തൊക്കെ തർക്കിച്ചാലും യൂറോപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ തലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഈ അഭയാർത്ഥി പ്രവാഹം, തുടർന്ന് നടന്ന ഒരു അധിനിവേശ സ്വഭാവമുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് റോബിൻ കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ യൂറോപ്പ് എല്ലാ തരത്തിലും ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ അത്
എത്ര വലിയ രാജ്യമായിക്കോട്ടെ ആ രാജ്യത്തിലേക്കൊരു ശത്രു നുഴഞ്ഞ് കയറണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ സംതിങ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കണം. നമ്മൾ ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ശത്രുവിന് ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ അതിൻ്റെ ആഭ്യന്തരമായിട്ട് ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു അന്തചിത്രം അതിനെ മുതലെടുത്താണ്. നമ്മൾ ഇനി യൂറോപ്പിലേക്ക് വരുമ്പോൾ ഈ യൂറോപ്പിനെ കാലങ്ങളായിട്ട് പിടിച്ചു നിർത്തിയത് ഒരു ചരടിൽ അതിനെ കോർത്തിണക്കിയത് ക്രൈസ്തവ മൂല്യങ്ങളാണ്, ധാർമ്മിക മൂല്യങ്ങളാണ്. അപ്പോൾ ഈ പുറമേ നിന്നുള്ള അറ്റാക്സ് പ്രതിസന്ധികൾ ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി യൂറോപ്പിനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ആ ഒരു ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനം, ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെ തുടച്ച് മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉള്ളിൽ നിന്നും യൂറോപ്പിൽ താമസിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവൃത്തി, അത് ഈ യൂറോപ്പിൻ്റെ തകർച്ചയ്ക്ക് എത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ളൊരു കാരണമായിട്ടുണ്ട്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് അത് എത്രത്തോളം ഒരു ഫാക്ടറായിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ ആ ഒരു ലോകത്തിൻ്റെ ആ ഒരു ജിയോ പൊളിറ്റിക്സിൽ US, വെസ്റ്റ്, നാറ്റോ ഇങ്ങനെ കുറേ സഖ്യങ്ങളുണ്ട്. അവയ്ക്ക് യാതൊരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല, അതുപോലെ അവ വളരെ സ്ട്രോങ് ആയിരുന്നു ശരിക്കും. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു വരവോടുകൂടി, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ ആ ട്രംപ് അതിൻ്റെ ആ ഒരു ഹിൻഡിങ് കൊടുത്തായിരുന്നു ശരിക്കും. ഇപ്പോൾ സംഭവിച്ചാൽ ഇപ്പോൾ ശരിക്കും ഈ US-ഉം യൂറോപ്പും ഈ വെസ്റ്റും തമ്മിലുള്ള ബന്ധം വളരെ വഷളാവുന്ന ഒരവസ്ഥ ശരിക്കും. അത് ചുമ്മാ പറയുന്നത് മാത്രമല്ല, ആ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതുമാത്രമല്ല നാറ്റോ സഖ്യത്തിൻ്റെ ആ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ കാണുന്ന പല രീതിയിലുള്ള എന്താ പറയുക സെറ്റപ്പുകൾ, സംവിധാനങ്ങൾ തകർന്നു വീഴുന്ന അല്ലെങ്കിൽ അവയുടെ ശക്തി ചോർന്നു പോകുന്നൊരവസ്ഥ. ഇപ്പം പറയുകയാണെങ്കിൽ ഫ്രാൻസും അതുപോലെ ജർമ്മനിയും ബ്രിട്ടനൊക്കെ കൂടി ശരിക്കും US-ൻ്റെ ചില ഒരു നയങ്ങളെ, ആശയങ്ങളെയൊക്കെ ഒരു എതിർക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ CPSC എന്ന് പറയുന്ന ആ ഒരു ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആ പൊളിറ്റീഷ്യൻസിൻ്റെ ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് JD വാൻസ് US-ൻ്റെ വൈസ് പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു യൂറോപ്പിന് പറ്റിയ ആ ഒരു വലിയ തകർച്ചയെക്കുറിച്ച്. അവിടെയാണ് ജോർജ് ഇപ്പം പറഞ്ഞു വന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് വരുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിലാണ് ശരിക്കും എന്താ പറയുക ഈ ആ ഒരു യൂറോപ്പിൻ്റെ ആ ഒരു ആത്മീയ അടിത്തറ വല്ലാതെ ശിഥിലമാകുന്നത് ശരിക്കും. നമുക്കറിയാം ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി, പക്ഷേ ഒരു 18-ാമത്തിനെ അങ്ങോട്ട് അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അങ്ങോട്ട് ആരംഭിച്ചിരിക്കുക. അവരൊരു സെക്കുലറിസം അല്ലെങ്കിൽ റിലേറ്റീവിസം അല്ലെങ്കിൽ ഹ്യൂമൻ അങ്ങനെ പല രീതിയിലുള്ള ആശയങ്ങളിലേക്ക് പോയി. അതിന് പല പല കാരണങ്ങളുണ്ട്. പല രീതിയിലുള്ള ഫിലോസഫികൾ, പല രീതിയിലുള്ള ആശയധാരകൾ, പല സംഭവങ്ങളെല്ലാം അവരെ ഉറപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് സ്പിരിച്വലായിട്ടും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അപ്പം ഫ്രാൻസൊക്കെ അതിൻ്റെ മുമ്പിൻ്റെ രാജ്യമാണ്. ഇനി ബ്രിട്ടൻ നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ പലപ്പോഴും ഈ ഒരു ആ റോമിലെ സഭയായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധത്തിലുള്ള ആ ഒരു വിള്ളൽ, അതിനുശേഷം അവരുടെ ആ ഒരു ജനത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു ക്രൈസ്തവ മൂല്യങ്ങളുണ്ടായിട്ടുള്ള ആ ഒരു ഇടിവ്, ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ വെസ്റ്റിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ, യൂറോപ്പിൻ്റെ പൈതൃകം എന്നൊക്കെ ഈ AFD എന്ന് പറഞ്ഞ പാർട്ടി ഉറക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് യൂറോപ്പിൻ്റെ കൾച്ചർ? അത് അവരുടെ വ്യത്യസ്തങ്ങളായ ഭാഷകളോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക വസ്ത്രധാരണ രീതികളോ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ മര്യാദകളോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, മറിച്ച് അവരുടെ ഈ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പം ജോർജ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ശരിക്കുള്ള അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ വാല്യൂസാണ് ശരിക്കും, അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്ന് ഒരിക്കൽ സമ്പന്നമായിരുന്ന ആ വിശ്വാസത്തിൽ നിന്ന് യൂറോപ്പ് അകന്നതോടുകൂടി മെല്ലെ മെല്ലെ അവരുടെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ധാർമ്മികമായിട്ടൊക്കെ അവർക്ക് ഭയങ്കര അപജയമുണ്ടായി. ഇപ്പോൾ ഞാൻ പറയും ഈ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ യൂറോപ്യൻസിൻ്റെ ഈ ഡ്രസ് കോഡ് തന്നെ ഒരു വലിയ വിഷയം തുറന്നു പറയുകയാണ് ശരിക്കും. അവരെന്തുമാത്രം ഓനപ്പേരിട്ട് വിളിച്ചാലും അല്ലെങ്കിൽ എന്തെല്ലാം ഒരു എക്സ്ക്യൂസ് പറഞ്ഞാലും ശരിക്കും ഒരു ധാർമ്മികമായി നന്നായിട്ട് പോകുന്ന ഒരു സമൂഹത്തിന് പലപ്പോഴും ഉതപ്പുണ്ടാകുന്ന രീതിയിലുള്ള ആ ഒരു നമ്മളിതേക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ വളരെ നാരോ മൈൻഡഡ് എന്നല്ലേ അങ്ങനെ പറയും. പക്ഷേ എന്നാൽ പോലും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പലപ്പോഴും ഈ റോമ സഭയിലെ പല പരിശുദ്ധ പിതാക്കന്മാരും ഈ പിന്നെ യൂറോപ്യൻ വിശ്വാസികളുടെ ഈ ഒരു ഡ്രസ് കോഡിനെ കുറിച്ച് വാണിയും കൊടുത്തിരുന്നു. അവരത് അവഗണിച്ചതിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ശരിക്കും. മനുഷ്യൻ്റെ ആ രീതിയിലുള്ള വികാരങ്ങളെ പല രീതിയിലുള്ള സാധ്യതകളുണ്ടായിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെ പല പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നു, അവരെ അങ്ങനെ വളരെ ശിഥിലമാക്കി. ഇപ്പോൾ എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ യൂറോപ്പ് ശരിക്കും ഒരു വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കണ്ടു ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ ഓടിച്ചിട്ടാണ് അഭയാർത്ഥികൾ കുത്തിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ ജർമ്മനിയിൽ. അപ്പോൾ ഈ ഒരു എന്നാ പറയുക ഈ തീവ്രവാദ ആക്രമണം അതൊരു ഭയങ്കര ഒരു സ്ഥിരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഭീതിയിലാണ് യൂറോപ്പ്, യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബിൽ ക്ലിൻ്റൻ്റെയും അതുപോലെ ടോണി ബ്ലെയറിൻ്റെയും ആ ഒരു കാലഘട്ടം, അവർ US-ലും UK-ലും
അവരിങ്ങനെ അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ശരിക്ക് കുറേ കൂടെ ഒരു ലെഫ്റ്റിസ്റ്റായ ലിബറലായ ഐഡിയകൾ അവർ ശരിക്കും ഈ ഡെമോക്രസി കൊണ്ടുവന്നു. സോ അതാണ് സംഭവിച്ചിരിക്കുക. അപ്പോൾ അവരാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്പ്രെഡിങ്ങിന് കാരണം അപ്പോൾ അവരുടെ പുറകിൽ അതിന് കാരണക്കാരായ വേറെ മറ്റു പല റൂട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഒരു ഡീപ് സ്റ്റേറ്റിലേക്കും മറ്റു ആ ഒരു ഈ ഫ്രീമേസൺ, ഇലുമിനാറ്റി അതിനുകളിലേക്കല്ല ഇതെല്ലാം കണക്റ്റഡാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയവും അവരുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു വശങ്ങളും അല്ലെങ്കിൽ അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ സംഘടനകളെക്കുറിച്ചോ നമുക്കൊന്നും രണ്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം കണക്റ്റഡാണ്, പക്ഷേ പുറമെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചില സംഘടനകൾ, ചില വ്യക്തികൾ, ചില ആശയം ഒന്നുമല്ല, മറിച്ച് ഇതിനെല്ലാം വളരെ പ്രീ പ്ലാൻഡ് ആണ്, അതുപോലെ വെൽ പ്ലാൻഡ് ആണ്. അപ്പോൾ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരം ആശയങ്ങൾ കടന്നു വന്നു, അങ്ങനെ അത് സ്പ്രെഡായി. അപ്പോൾ അത് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് എന്താ പറയുക, വളരെ അതിൻ്റെ ആ ഒരു സാമൂഹികമായിട്ടുള്ള ആ ഒരു വലിയ അടിത്തറ ഇളക്കിക്കളഞ്ഞു. അങ്ങനെ എന്താ പറയുക, അവരുടെ ആ ഒരു ക്രിസ്തവ വിശ്വാസത്തിലൊരു ഒന്നാമത് പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നുപോയ ക്രൈസ്തവ വിശ്വാസം വീണ്ടും ദുർബലമായ കാരണമായി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് എന്നാ പറയുക ആ ഒരു ഡെവലപ്പ് ചെയ്ത് തന്നു. വീണ്ടും പറയുകയാണെങ്കിൽ ഈ ജെ ഡി വെൻസ് പറഞ്ഞ മറ്റൊരു വെച്ചാൽ ഇങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ പല പല ആശയങ്ങൾ വന്നപ്പോൾ യൂറോപ്പിലെ നേതാക്കന്മാർക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്കിനെ കുറിച്ച് ജെ ഡി വെൻസ് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണക്കില്ലാതെ അളവില്ലാതെ അങ്ങോട്ട് യൂറോപ്പിലേക്ക് കടന്ന അവർ പിന്നെ പൂർണ്ണമായിട്ട് സമ്മതിച്ചു. അത് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിപ്പോയിരിക്കും. കാരണം വെച്ചാൽ യൂറോപ്പിലേക്ക് കടന്നു വന്ന ഈ ഒരു ഇമിഗ്രൻസിന് അവർക്ക് അവരുടെ കൾച്ചറോ അവരുടെ ജീവിതശൈലിയോ അവരുടെ ആശയങ്ങളോ ഒന്നും വിടാൻ തയ്യാറല്ല. അവരുടെ തീവ്രമായിട്ടുള്ള ഒരു തീവ്ര സ്വഭാവം ഉണ്ട് അവർ ശരിക്കും. അവർ നമ്മളിപ്പം മുസ്ലിം വിശ്വാസത്തല്ല പറഞ്ഞു, മറിച്ച് തീവ്ര സ്വഭാവം, മറ്റേ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലായ്മ എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ തങ്ങൾ മാത്രം എന്നുള്ള ആ ഒരു വിശ്വാസാവസ്ഥ, അത് ഭയങ്കര അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു ഫോർസി ഇതിനെയൊക്കെ ഒന്ന് മുൻകൂട്ടി കാണാനൊന്നും ആ ഒരു എന്താ പറയുക, ആ ഒരു ജ്ഞാനവും ആ ഒരു അറിവൊക്കെ യൂറോപ്യൻ ലീഡേഴ്സ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വലിയ സ്ട്രഗിൾ ബ്രിട്ടൻ്റെയൊക്കെ ഇപ്പോൾ ബ്രിട്ടനെക്കുറിച്ച് ജെ ഡി വെൻസ് പറഞ്ഞതാണ്, എൻ്റെ ഭയം ന്യൂക്ലിയർ പവർ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൈവശം വെക്കുന്ന ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമായി ബ്രിട്ടൻ മാറുമെന്നാണ്. യു.എസിനെ ബ്രിട്ടനെ ആക്രമിക്കാൻ അത് ഓർന്നു വയ്ക്കും. അതുപോലെ ഈ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇപ്പം നമ്മൾ ഈ തീവ്ര വലതുപക്ഷ ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീവ്ര വലതുപക്ഷ ആശയം ഒരിക്കലും അത് ക്രൈസ്തവ മൂല്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നില്ല. പക്ഷേ ഇവിടെ റോബിൻ പറഞ്ഞ പോലെ ഇത്തരം ആശയമുള്ള പാർട്ടികൾ പൊങ്ങി വരാൻ കാരണം എന്താ, ഈ ദേശീയവാദം പൊങ്ങി വരാൻ കാരണം എന്താ, അവർക്ക് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഉള്ള ആ നേറ്റീവ് ആയവർക്ക് അവർക്ക് അവിടെ യാതൊരു അവകാശങ്ങളോ അവരുടെ ജീവിതത്തിൻ്റെ ക്രമം മാറുന്നു, അങ്ങനെ വലിയ അസ്വസ്ഥ ഉണ്ടാകുന്നു, സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ, കൊലപാതകം, അവരുടെ റേപ്പ്, ഇങ്ങനെയെല്ലാം കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തരം ആശയങ്ങളുള്ള പാർട്ടികൾ പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ മെലോനി പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ട്രംപിനെയും മോഡിയെയും പോലുള്ള ആ ഒരു എന്താ പറയുക ദേശീയവാദം, തങ്ങളുടെ രാജ്യം എന്നുള്ള ആ ഒരു ആശയമുള്ളവർ നിങ്ങൾ വല്ലാതെ എതിർക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. കാരണം മെലോനി ഈ ശക്തമായ ഈ രീതിയിലുള്ള ഒരു തീവ്ര ദേശീയ സ്വഭാവം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കും. വെച്ചാൽ മെലോനി പറയുന്നതാണ് ഇറ്റലി, ക്രിസ്ത്യാനിറ്റി, അതേപോലെ ഫാമിലി, ഇതൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വളരെ നല്ല സ്ലോഗനാണ്. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മുസോളിനിയുടെ പിൻഗാമിയാണ്, മുസോളിനിയുടെ ആശയമാണെന്ന് പറഞ്ഞൊന്നും നമുക്ക് ആ സ്ത്രീയെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ യൂറോപ്പിൻ്റെ അവസ്ഥ അങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോർജി പറഞ്ഞു വരുന്നതാണ്, ഇനിയും ഇത്തരം ആശയങ്ങളുള്ള പാർട്ടികൾ അല്ലെങ്കിൽ AFD പോലുള്ള പാർട്ടികൾ, തീവ്ര വലതുപക്ഷ ആശയമുള്ള പാർട്ടികൾ യൂറോപ്പിൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ അവരുടെ ആശയങ്ങൾ ശരിക്കും അവരൊരു നല്ല ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ ആശയങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ഭാവിയിൽ വീണ്ടും മറ്റുള്ള അപകടത്തിനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ശരിക്കും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെയും യൂറോപ്പിൻ്റെ കൾച്ചറായ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റു പ്രത്യയശാസ്ത്രങ്ങളെയും യൂറോപ്യൻസ് ഉപേക്ഷിക്കാതെ ഒരു സമാധാനപരമായ യൂറോപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഓക്കെ, അത് കറക്റ്റാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ, ഒന്ന് പുറമേ നിന്നുള്ള ഒരു അറ്റാക്ക്, ഉള്ളിൽ സംഭവിച്ച ചില അപജയങ്ങൾ. അത് ജോജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം യൂറോപ്പിനെ പിടിച്ചു നിർത്തിയ ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവ വിശ്വാസം, ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ, ഒരു കാലഘട്ടത്തിൽ ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ യൂറോപ്പിനെ മൊത്തത്തിൽ കീഴ്മേൽ മറിച്ചു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടും പറയാൻ സാധിക്കും. ഇനി അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അത് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കി കാണേണ്ടി വരും. ഒരുപക്ഷെ മഹായുദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇസ്ലാമിക അധിനിവേശത്തിലേക്കൊക്കെ യൂറോപ്പ് കീഴ്പ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും യൂറോപ്പിലുണ്ട്. പക്ഷേ തിരുത്താനുള്ള അവസരങ്ങൾ ഇനി മുമ്പിലുണ്ട്. അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് യൂറോപ്പിലെ ജനങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊല്ലിന് യൂറോപ്പിലെ നിലവിലെ ആ ഒരു അവസ്ഥയ്ക്ക് അപ്പുറം മറ്റൊരു മികച്ച ഉദാഹരണം നമുക്ക് നൽകാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുവച്ചതുപോലെ യൂറോപ്പിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം യൂറോപ്യൻ ജനതയ്ക്കുമുണ്ട്. അവർ എടുത്ത ചില തീരുമാനങ്ങൾക്കുണ്ട്,
അവർ എടുത്ത ചില നടപടികൾക്കുണ്ട്. ഒപ്പം യൂറോപ്പിൽ ഉടനീളം, ഒപ്പം ലോക രാജ്യങ്ങളിലും വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഫാർ റൈറ്റ് പാർട്ടീസ്, അവർ ലോക പൊളിറ്റിക്സിൽ ചെലുത്താൻ പോകുന്ന ചില ഇമ്പാക്റ്റ് ഉണ്ട്. അതിനെ ജാഗ്രതയോടെ വിവേകത്തോടെ നോക്കിക്കാണുവാനുള്ള ഒരു അവബോധം അല്ലെങ്കിൽ വിവേകപൂർണമായിട്ടുള്ള ചിന്ത ലോക നേതാക്കൾക്കുണ്ടാകട്ടെ, യൂറോപ്യൻ ജനതയ്ക്കുണ്ടാകട്ടെ. ഒപ്പം അതീശ സ്വഭാവത്തോടെ, അധിനിവേശ സ്വഭാവത്തോടെ തങ്ങളുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വരുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അകറ്റി നിർത്താനുള്ള ഒരു വിവേകം കൂടി ഇനിയെങ്കിലും യൂറോപ്പിലെ ജനങ്ങൾ കാണിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.